ഹലോ നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഓംലെറ്റ് ആണ്. ഒരു സ്പാനിഷ് ഓംലെറ്റ് ആണ്. ഇത് സ്പെയിൻകാരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാം. സ്പാനിഷ് ഓംലെറ്റിൽ എഗ്ഗും പൊട്ടറ്റോയും മാത്രമാണ് യൂസ് ചെയ്യാറ്. അവർ ഓപ്ഷണലി ഒണിയനും യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരു ഇന്ത്യൻ നമ്മുടെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോയോ ക്യാപ്സിക്കമോ പിന്നെ നമ്മുടെ ഗ്രീൻ ലീവ്സ് ആയിട്ടുള്ള പുതിനയും മല്ലിയിലയൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഓപ്ഷണലി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നിപ്പം ഞാനിവിടെ പൊട്ടറ്റോയും ഒണിയനും എഗ്ഗുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്പാനിഷ് ഓംലെറ്റ് റെഡിയാക്കാം. പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് പൊട്ടറ്റോ സ്ലൈസ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞ് നമ്മൾ പൊട്ടറ്റോ എടുക്കാൻ. ഉരുളക്കിഴങ്ങ് നമുക്ക് വഴറ്റി ഒരു മീഡിയം ഫ്രൈ ആക്കി എടുക്കാം. പൊട്ടറ്റോയ്ക്കൊക്കെ ഒരു ഉപ്പ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഓൾമോസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒണിയനും അരിഞ്ഞേക്കുന്നത്. നല്ല തിന്നായിട്ട് ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് ഈ പൊട്ടറ്റോയിലോട്ട് തന്നെ ഈ ഉള്ളി മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയോടെ ഒന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ ഇപ്പോഴും കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഒരു നുള്ളു ഉപ്പാണ് ചേർത്തത്. ഇപ്പോഴും കുറച്ച് ഒരു 1/4 സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പൊക്കെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. നമുക്ക് ഒരുപാട് ഉപ്പൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. പൊട്ടറ്റോയും സവാളയൊക്കെ നന്നായിട്ടൊരു മീഡിയം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഓയിൽ മാക്സിമം മാറ്റി വേണം നമ്മളൊരു ബൗളിലേക്ക് മാറ്റാൻ. നമുക്ക് അന്നേരം ബാലൻസ് വരുന്ന ഈ ഓയിൽ തന്നെ വെച്ച് നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റിന് വേണ്ടിയുള്ള എഗ്ഗ് റെഡിയാക്കാം. ഞാനൊരു 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് 5 എണ്ണവും പൊട്ടിച്ചെടുക്കാം. മുട്ട നന്നായി നമുക്ക് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ വേറെ മുളക് ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഇത്രയും കുരുമുളക് നമ്മൾ ചേർക്കുന്നത്. ഞാനിതിൽ ഉപ്പിനിയും ചേർക്കുന്നില്ല. ഓൾറെഡി ഞാൻ പൊട്ടറ്റോയിലും സവാളയിലൊക്കെ ഞാൻ ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനിയും വഴറ്റി വെച്ചേക്കുന്ന പൊട്ടറ്റോയും ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ. നമ്മൾ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് കൂടിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഓംലെറ്റ് റെഡിയാക്കാൻ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ടൈപ്പ് പാനാണ്. ചൂടായ പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിൽ ചേർക്കാം. നമ്മൾ മാറ്റി വെച്ച എണ്ണ തന്നെയാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത്.
പാനിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട, ഹാഫാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത്. അത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വേവാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ മുട്ടയുടെ അടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ മസാല ചീസാണ് എടുത്തേക്കുന്നത്. ഒരു പിസ്സ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിലൊക്കെ കഴിക്കാനായിട്ടാണ് നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നത്. ചീസ് ഇല്ല എന്ന് വെച്ച് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. ചീസ് ഇല്ലാതെ നമുക്ക് ഈ സ്പാനിഷ് ഓംലെറ്റ് റെഡിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി മുട്ടയുടെ ഇതിലേക്ക് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം ടൊമാറ്റോ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുഞ്ഞതായിട്ട് അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. ഇത് ശരിക്കും ഞാനൊരു കളർഫുള്ളിന് വേണ്ടി മാത്രം, ഒരു ഡെക്കറേഷൻ എന്നും ഉദ്ദേശിച്ച് മാത്രം എടുത്തതാണ്. അല്പം ടൊമാറ്റോ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെഡ് കളറിനോടൊപ്പം അല്പം ഗ്രീൻ കളറിനോട് വേണ്ടിയാണ് നമ്മൾ ഇവിടെ അല്പം മല്ലിയിലയും പുതിനയിലയോട് മിക്സ് ചെയ്ത് അരിഞ്ഞത്. ഇത് ഞാൻ ഒരു നുള്ള എടുത്തിട്ടുള്ളൂ. ഇതൊരു കളർഫുള്ളിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. മുകൾ ഭാഗം നമുക്ക് തിരിച്ചിടാൻ ഓക്കെ ആയെന്ന് തോന്നണ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഓംലെറ്റ് തിരിച്ചിടാൻ പാകമായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടുന്നത് ശ്രദ്ധിച്ചു വേണം. നമ്മുടെ പാനിനേക്കാളും വലിപ്പമുള്ള ഒരു പ്ലേറ്റ് വെച്ച് വേണം നമുക്ക് മറിച്ചിടാൻ. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ഓംലെറ്റ് മറിച്ചിട്ടിട്ട് പതുക്കെ നമുക്ക് തിരിച്ച് ഈ പാനിലേക്ക് തിരിച്ചിടാം. ഇതേപോലെ വേണം നമ്മൾ ഓംലെറ്റ് തിരിച്ചിടാനായിട്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് മറുഭാഗത്തോടൊന്ന് ഫ്രൈ ആവാനായിട്ട് അടച്ചു വെക്കാം. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാൻ ഉള്ള ഈസിക്ക് വേണ്ടി നമുക്കൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ലെയർ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. ഒരു പിസ്സ കഴിക്കുന്ന പോലോ ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലൈറ്റായിട്ട് ലഞ്ചിനൊക്കെ കഴിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സ്പാനിഷ് ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.